ഏത് പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും കോൺഗ്രസിന് വലിയ ആധിപത്യമുണ്ടാകുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ മുൻകൈയെടുത്ത് രൂപീകരിച്ച ഒരു ജില്ലയാണ് പത്തനംതിട്ട. എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കഴിഞ്ഞ ജില്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് ഒട്ടും അനുകൂലമല്ല എന്നതാണ് യാഥാർത്ഥ്യം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും വിജയിച്ചു കയറുവാൻ കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചിട്ടില്ല. 2019 മുതൽ UDFിന് പത്തനംതിട്ട ജില്ലയിൽ MLA ഇല്ലാതായി എന്നതാണ് യാഥാർത്ഥ്യം. 2016 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ആകെയുള്ള 5 സീറ്റുകളിൽ കോന്നിയിൽ മാത്രമാണ് അടൂർ പ്രകാശിലൂടെ UDFിന് വിജയം നേടുവാൻ സാധിച്ചത്. എന്നാൽ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ നിന്ന് MP സ്ഥാനാർത്ഥിയായി മത്സരിച്ചതോടുകൂടി അദ്ദേഹം വിജയിച്ചതോടുകൂടി കോന്നിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ നിയോജക മണ്ഡലം കോൺഗ്രസിന് കൈവിട്ടു പോയത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാൽ തങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും പത്തനംതിട്ടയിലെ 5-ൽ 5 സീറ്റുകളും തിരികെ പിടിക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളും UDF കേന്ദ്രങ്ങളും അവകാശപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന സീറ്റ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വിജയസാധ്യതയുള്ള ഒരു സീറ്റാണ്. എന്നാൽ ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും കോൺഗ്രസിനുള്ളിൽ സജീവമായി നിലനിൽക്കുന്ന ഗ്രൂപ്പ് തർക്കങ്ങളാണ് റാന്നിയിൽ കോൺഗ്രസിന് വിജയം നിഷേധിച്ചിട്ടുള്ളത്. 3 പതിറ്റാണ്ട് കാലമായി ഒരു സ്ഥാനാർത്ഥിയെ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാന്നിയിൽ നിന്ന് വിജയിപ്പിക്കുവാൻ കോൺഗ്രസിനോ UDFിനോ സാധിച്ചിട്ടില്ല. 1996 മുതൽ 2021 വരെയുള്ള തുടർച്ചയായ 25 വർഷക്കാലം റാന്നിയുടെ MLA ആയിരുന്നത് ഇപ്പോൾ CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിരിക്കുന്ന നേതാവ് രാജു എബ്രഹാമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയുടെ ഭാഗമായതോടുകൂടി രാജു എബ്രഹാമിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് CPM വിട്ടു നൽകുകയായിരുന്നു. അന്ന് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുവാൻ കോൺഗ്രസിന് സാധിച്ചുവെങ്കിലും 1200-ൽ പരം വോട്ടുകൾക്ക് ജോസ് കെ മാണിയുടെ പാർട്ടി സ്ഥാനാർത്ഥിയായ പ്രമോദ് നാരായണൻ റാന്നിയുടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. അന്ന് സംസ്ഥാനത്തെമ്പാടും സജീവമായി അലയടിച്ച ഇടതു തരംഗത്തിൻ്റെ ആനുകൂല്യമാണ് പ്രമോദിൻ്റെ വിജയം ഉറപ്പിച്ചത് എന്ന വിലയിരുത്തലുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ 2026-ൽ ഒരു മാറ്റം റാന്നിയിൽ ഉണ്ടാകുമെന്നും 30 വർഷത്തിന് ശേഷം ഈ നിയോജക മണ്ഡലം തിരികെ പിടിക്കാമെന്നുമുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ക്യാമ്പിൽ പ്രധാനമായും ദൃശ്യമാകുന്നത്. റാന്നിയെ സംബന്ധിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടെ നിന്ന് മത്സരിക്കാൻ ഇറങ്ങാൻ പോകുന്നതെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പ്രധാനമായും റാന്നിയിൽ സ്ഥാനാർത്ഥിത്വത്തിനായി ഉയർന്നു കേൾക്കുന്നത് 2 ആളുകളുടെ പേരുകളാണ്. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1200-ൽ പരം വോട്ടുകൾക്ക് പ്രമോദ് നാരായണനോട് പരാജയപ്പെട്ടു പോയിട്ടുള്ള KPCC സെക്രട്ടറി കൂടിയായ റിങ്കു ചെറിയാനാണ്. റിങ്കു ചെറിയാൻ്റെ പിതാവ് MC ചെറിയാൻ 2 വട്ടം റാന്നിയുടെ MLA ആയിരുന്നിട്ടുള്ള നേതാവാണ്. എന്നാൽ റിങ്കു ചെറിയാൻ പ്രമോദ് നാരായണനോടും അദ്ദേഹത്തിൻ്റെ മാതാവ് രാജു എബ്രാഹിമിനോടും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയായിരുന്നു. റിങ്കു ചെറിയാൻ്റെ സ്ഥാനാർത്ഥിത്വവും അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ സ്ഥാനാർത്ഥിത്വവും ഉണ്ടായപ്പോൾ റാന്നിയിലെ ചില കോൺഗ്രസ് ഗ്രൂപ്പുകൾ ആസൂത്രിതമായി കാലുവാരി എന്ന ആക്ഷേപവും കോൺഗ്രസിനുള്ളിൽ പലപ്പോഴും സജീവമായിട്ടുണ്ട്. അതുപോലെ തന്നെ റാന്നിയുടെ മുൻ MLA ആയ സണ്ണി പനവേലിയുടെ കുടുംബാംഗങ്ങൾ സ്ഥാനാർത്ഥികളായപ്പോൾ അതുപോലെ തന്നെ മുൻ DCC പ്രസിഡൻറ്റും ഇപ്പോൾ LDF ക്യാമ്പിനോട് ചേർന്ന് നിൽക്കുന്ന നേതാവുമായ ഫിലിപ്പോസ് തോമസ് മത്സരിച്ചപ്പോഴുമെല്ലാം ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. റാന്നിയിൽ പലപ്പോഴും കോൺഗ്രസിന് വിജയം നിഷേധിച്ചത് ഗ്രൂപ്പ് തർക്കങ്ങളും കാലുവാരലുകളും ഒക്കെ തന്നെയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വത്തെയാണ് ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി സാമുദായിക സമവാക്യങ്ങളെയും സാമൂഹ്യ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി റാന്നിയിൽ വിജയം കൈയടക്കാമെന്ന ലക്ഷ്യവുമായിട്ടാണ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ റിങ്കു ചെറിയാൻ്റെ പേരിനൊപ്പം KPCC ജനറൽ സെക്രട്ടറി കൂടിയായ പത്തനംതിട്ട ജില്ലക്കാരനായ പഴകുളം മധുവിൻ്റെ പേരും റാന്നിയിലെ സ്ഥാനാർത്ഥിത്വത്തിനായി സജീവമായി പരിഗണിക്കുന്നുണ്ട്. പഴകുളം മധുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ KC വേണുഗോപാലിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നുപോലും വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന എല്ലാ കാലത്തും KCക്കൊപ്പം നിലപാടെടുത്തിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. 2016-ലും 2021-ലും ആറന്മുള നിയോജക മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി സ്ഥാനാർത്ഥി പരിഗണനയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വീതം വെപ്പിൻ്റെ ഇരയായി പഴകുളം മധുവിന് ഈ 2 തെരഞ്ഞെടുപ്പുകളിലും സീറ്റ് നഷ്ടമാകുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആറന്മുളയിൽ മത്സരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന പഴകുളം മധുവിനോട് നേതൃത്വം ഇപ്പോൾ റാന്നിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സാമുദായിക സാഹചര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും പഴകുളം മധുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്ന കണക്കൂട്ടലിലാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.
നമുക്കറിയാവുന്നതുപോലെ ശബരിമലയുടെ പ്രഭവ കേന്ദ്രമായിട്ടാണ് റാന്നി എന്ന നിയോജക മണ്ഡലം വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളുടെ ആനുകൂല്യം പരിപൂർണമായി കോൺഗ്രസിനും UDFിനും ലഭിക്കുവാൻ പഴകുളം മധുവിൻ്റെ സ്ഥാനാർത്ഥിത്വം സഹായകരമാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ ഉള്ളത്. പഴകുളം മധുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകൾക്ക് അവിടെ സ്വീകാര്യമായിട്ടുള്ളൊരു ഫോർമുലയായി മാറും എന്ന അഡ്വാൻറ്റേജും കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പരമ്പരാഗതമായി കുടിപ്പക നിലനിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാൽ മറുവിഭാഗം കാലുമാറുമോ എന്നുള്ള ആശങ്ക പഴകുളം മധുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇല്ലാതാക്കാം എന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം അദ്ദേഹത്തിൻ്റെ പേരിന് റാന്നിയിൽ പ്രാമുഖ്യം നൽകുന്നത്. റാന്നിയെ സംബന്ധിച്ച് ഈ നിയോജകമണ്ഡലം തിരികെ പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിന് പ്രധാനമായും നൽകുന്നത് സമീപകാലത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകളാണ്. 2021 ശക്തമായ ഇടതു തരംഗം ആഞ്ഞടിച്ചപ്പോൾ പോലും റാന്നി നിയോജകമണ്ഡലത്തിൽ കേവലം 1200 പരം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഇടതുമുന്നണിക്ക് ലഭിച്ചു വന്നത്. എന്നാൽ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആന്റോ ആൻ്റണി എന്ന പത്തനംതിട്ടയുടെ MP റാന്നി നിയോജകമണ്ഡലത്തിൽ നിന്ന് കൃത്യമായ ഒരു ഭൂരിപക്ഷം നേടിയെടുക്കുവാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ റാന്നിയിൽ 11,000-നോടടുത്ത് 10,900 പരം വോട്ടുകളുടെ ഭൂരിപക്ഷവും കോൺഗ്രസിനും UDFിനും ഉണ്ട് എന്നതാണ് വസ്തുത. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ പ്രമോദ് നാരായണൻ തന്നെ ഒരിക്കൽ കൂടി മത്സരരംഗത്ത് ഇറങ്ങിയാൽ ഇവിടെ കോൺഗ്രസിന് പഴകുളം മധുവിലൂടെ വിജയം കൈയടക്കുവാൻ സാധിക്കുമെന്ന വിലയിരുത്തലുകൾ സജീവമാണ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയ റിങ്കു ചെറിയാനെ ആശ്വസിപ്പിക്കുക എന്നതും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനാൽ തന്നെ റിങ്കു ചെറിയാന് പാർട്ടിയിൽ അർഹമായ സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പഴകുളം മധുവിനെ അവതരിപ്പിക്കാനാകും കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നായർ വിഭാഗത്തിൽ നിന്നുള്ള പ്രമോദ് നാരായണനെ സ്ഥാനാർത്ഥിയാക്കുക വഴി ഇടതുമുന്നണിക്ക് വിജയം കൈവരാൻ സാധിച്ചത് അവർക്ക് വലിയൊരു പാഠമായി മാറുന്നുവെന്നും മധുവിൻ്റെ സ്ഥാനാർത്ഥിത്വം പരിഗണിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായി സാമുദായിക സമവാക്യങ്ങൾ പാലിക്കപ്പെടേണ്ട ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല. അതിനാൽ തന്നെ സംവരണ സീറ്റായ അടൂർ ഒഴിച്ചു നിർത്തി കൃത്യമായ സാമുദായിക സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാകും പത്തനംതിട്ട ജില്ലയിൽ സ്ഥാനാർത്ഥിത്വം നടക്കുക എന്ന കാര്യത്തിലും തർക്കമില്ല. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് തിരുവല്ല സീറ്റിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി മർത്തോമ സമുദായ അംഗം കൂടിയായ വർഗീസ് മാമൻ കളത്തിലിറങ്ങുമെന്ന് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കോന്നി തിരികെ പിടിക്കുവാൻ അടൂർ പ്രകാശിനെ തിരികെ എത്തിക്കണമെന്ന ആവശ്യവും ഈ ഘട്ടത്തിൽ സജീവമായി ഉയർന്നു വരുന്നുണ്ട്. ഇനി ആറന്മുള നിയോജകമണ്ഡലത്തിലേക്ക് വന്നാൽ നിയോജകമണ്ഡലത്തിലും ജില്ലയിലും ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയെ പരിഗണിക്കണമെന്ന അഭിപ്രായവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നായർ സമുദായാംഗമായ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ്റെ പേരും ഇവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അബിൻ വർക്കി എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിക്ക് തന്നെയായിരിക്കും ഓർത്തഡോക്സ് സമുദായ അംഗമെന്ന ആനുകൂല്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആറന്മുളയിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനെതിരെ ചില്ലറ പൊട്ടിത്തെറികളൊക്കെ പ്രാദേശിക തലത്തിൽ ആറന്മുളയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നായർ സമുദായ പ്രാതിനിധ്യം റാന്നിയിലൂടെ ഉറപ്പുവരുത്തുവാനും ഇത്തരത്തിൽ സാമുദായിക സന്തുലിതാവസ്ഥ മുറുകെ പിടിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ്റെ പിന്തുണയും പഴകുളം മധുവിനൊപ്പമാണെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. ഏതാണെങ്കിലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ റാന്നിയിലെ സ്ഥാനാർത്ഥി ആരാകും എന്നതുണ്ടാകും എന്ന വിലയിരുത്തലുകളും സജീവമാണ്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.